ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് PSC ചോദിച്ച സയൻസ് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസുകളിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. മലേറിയ അസുഖം ഉണ്ടാകുന്നത് പ്രോട്ടോസോവ ആണ്. മലേറിയ അസുഖത്തിന് കാരണം പ്രോട്ടോസോവ. ടൈഫോയിഡ് ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. സാൽമോണല്ല എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ടൈഫോയിഡിന് കാരണമാകുന്നത്. അസ്കാരിയാസിസിന് കാരണമാകുന്നത് വട്ടപ്പുഴു എന്നറിയപ്പെടുന്ന വിരകളാണ് അസ്കാരിയാസിസിന് കാരണമാകുന്നത്. ജലദോഷം ഒരു വൈറൽ ഡിസീസാണ്. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏത്? മിഠായി. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതിയാണ് മിഠായി. കൊറോണ വൈറസിൻ്റെ വകഭേദമായ B11529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഒമിക്രോൺ. കൊറോണ വൈറസിൻ്റെ വകഭേദമായ B11529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഒമിക്രോൺ. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലമാണ് ഘർഷണ ബലം അഥവാ ഫ്രിക്ഷൻ. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുകയും പ്രതലത്തിന് സമാന്തരവുമായ ബലമാണ് ഘർഷണബലം. ഒരേ വേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം? സമവർത്തുള ചലനം. എന്താണ് സമവർത്തുള ചലനം? വൃത്താകൃതിയിലുള്ള പാതയിലൂടെയുള്ള ഒരു വസ്തുവിൻ്റെ ചലനത്തെയാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. സമവർത്തുള ചലനം എന്ന് വെച്ചാൽ ഒരേ വേഗതയിൽ വൃത്താകൃതിയിലൂടെ ഒരു വസ്തു നീങ്ങുകയാണെങ്കിൽ ആ ചലനത്തെ സമവർത്തുള ചലനം എന്ന് പറയാം. ഏതു മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്റ്റ്, ജോൺ എഫ് ക്ലോസർ, ആൻഡൺ സിലിംഗർ എന്നിവർക്ക് 2023 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം മെക്കാനിക്സ്. ജോൺ എഫ് ക്ലോസർ, അലൻ ആസ്പെക്റ്റ്, ആൻഡൺ സിലിംഗർ എന്നിവർക്ക് 2023 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം മെക്കാനിക്സിനാണ്. 40 ഗ്രാം മീഥെയ്ൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. രാസസമവാക്യം ഏതാണ്? CH4+2O2 gives CO2 +2H2O. ഈ ഇക്വേഷനിൽ നമുക്ക് ഓരോ മോളിക്യൂൾസിൻ്റെയും മോളിക്കുലർ വെയ്റ്റ് എഴുതാം. CH4ൻ്റെ മോളിക്കുലർ വെയ്റ്റ് 16 ഗ്രാം, 2O2 64, CO2 44, പിന്നെ 2H2O 36. അപ്പോൾ 16 ഗ്രാം മീഥെയ്ൻ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡാണ് ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഒരു ഗ്രാം CH4 മീഥെയ്ൻ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നുള്ളത് കണ്ടെത്താം. അപ്പോൾ 40 ഗ്രാം ഓഫ് മീഥെയ്ൻ എത്ര CO2 ഉണ്ടാക്കുന്നുള്ളത് 44 ഡിവൈഡഡ് ബൈ 16 × 40 ചെയ്താൽ 110 ഗ്രാം CO2 ലഭിക്കും. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏത്? ലൂയിസ് ആസിഡ് എന്ന് വെച്ചാൽ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ലൂയിസ് ആസിഡ്. അതുപോലെ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നതാണ് ലൂയിസ് ബേസ്. ചുവടെ തന്നിരിക്കുന്നവയിൽ BCl3 ആണ് ലൂയിസ് ആസിഡ് ആയിട്ടുള്ളത്. X ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും Y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ Xഉം Yയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എന്തായിരിക്കും? XY2. ഗ്രൂപ്പ് 2 എലമെൻസിൻ്റെ വാലൻസിൽ 2 ഇലക്ട്രോൺസുകളാണ്. അതുപോലെ ഗ്രൂപ്പ് 17ൻ്റെ വാലൻസ് ഇലക്ട്രോൺസുകളുടെ എണ്ണം 7 ആണ്. അപ്പോൾ ഗ്രൂപ്പ് 17 എലമെൻസിന് സ്റ്റേബിൾ ആവാനായിട്ട് ഒരു ഇലക്ട്രോണും കൂടി വേണ്ടി വരുള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് 2 എലമെൻസും ഗ്രൂപ്പ് 70 എലമെൻസും കമ്പൈൻ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് 2ലുള്ള ഒരു ആറ്റം ഗ്രൂപ്പ് 17നുള്ള 2 ആറ്റത്തിനായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അതായത് റിയാക്ട് ചെയ്തിട്ട് ഒരു അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗമുണ്ടാകുന്നത്? ഡോപ്പമിൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത്
രാസവസ്തുവിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗമുണ്ടാകുന്നത്. ഡോപ്പമിൻ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? സിറോഫ്താൽമിയ. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സിറോഫ്താൽമിയ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? പ്രോലാക്റ്റിൻ. പ്രോലാക്റ്റിൻ എന്ന ഹോർമോണ് മുലപ്പാൽ ഉൽപ്പാദനത്തിനെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. സൊമാറ്റോട്രോഫിൻ. ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോഫിൻ. വാസോപ്രസിൻ. വാസോപ്രസിൻ എന്താണ്? വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ശരിക്കും വാസോപ്രസിൻ. അതേപോലെ ഗൊണാഡോട്രോഫിക് ഹോർമോൺ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്ന ജോഡികളാണ് വാസോപ്രസിനും ഗൊണാഡോട്രോഫിക് ഹോർമോണും. RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. തൈമീൻ. RNAയിൽ കാണാത്ത നൈട്രജൻ ബേസാണ് തൈമീൻ. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ. ഡ്രൂ വെയ്സ്മാൻ. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞനാണ് ഡ്രൂ വെയ്സ്മാൻ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏത്? റേഡിയോ തരംഗം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏത്? റേഡിയോ തരംഗം. 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൻ്റെ ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം 11.2 km/s ആണ്. എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിൻ്റെ പലായന പ്രവേഗം എത്രയായിരിക്കും? 11.2 km/s തന്നെയായിരിക്കും. കാരണം പലായന പ്രവേഗം ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസ് ആണ്. എസ്കേപ്പ് വെലോസിറ്റി മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു തടാകത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? G = 10 m/s². അന്തരീക്ഷമർദ്ദം = 1 atm. സാന്ദ്രത 10⁻³ kg/m³. തടാകത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളുടെ മേൽ അനുഭവപ്പെടുന്ന പ്രഷറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് 1 atm. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറും വാട്ടർ ചെലുത്തുന്ന പ്രഷറുമായിരിക്കും ആളുടെ മേലുണ്ടാകുന്ന ടോട്ടൽ പ്രഷർ. ഇതിൽ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ ρgh ആണ്. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ, g ഗ്രാവിറ്റി, h ഹൈറ്റ് ഫ്രം ദി സർഫസ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് വാട്ടർ പ്രഷർ ആണ് ആളുടെ മേലിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ പ്രഷർ. അപ്പോൾ 2 atm ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത്. മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7.4. മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം 7.4. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം. നിക്കൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹമാണ് നിക്കൽ. വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിൻ്റെ ഒരു ഉദാഹരണമാണ്? ബോയിൽസ് നിയമം. വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോജന ശക്തി ഉള്ളത്? ഹീലിയത്തിന്. ഹീലിയം എന്നാൽ നോബിൾ ഗ്യാസസ് ആണ്. നോബിൾ ഗ്യാസസിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് 0 ആണ്. ഇത് വേറൊരു എലമെൻസുമായി സംയോജിക്കുന്നില്ല, അതായത് കെമിക്കൽ കോമ്പൗണ്ട്സ് രൂപീകരിക്കുന്നില്ല. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ പ്രസ്താവന വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഇത് ഏത് ലെൻസിൻ്റെ പ്രത്യേകതയാണ്? കോൺകേവ് ലെൻസിൻ്റെയാണ്. വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു. പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിലും പോളിനും ഇടയിൽ രൂപപ്പെടുന്നു. കോൺവെക്സ് ലെൻസിൻ്റെ പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലാണ് രൂപപ്പെടുന്നത്. റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൽ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, പ്ലവക്ഷമ ബലം വസ്തുവിൻ്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിൻ്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു. ഇവയെല്ലാം പ്ലവക്ഷമ ബലമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്.
മുങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിൽ ഒരു ദ്രാവകം മുകളിലേക്ക് ചെലുത്തുന്ന ബലമാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വസ്തുവിൻ്റെ വ്യാപ്തം, ദ്രാവകത്തിൻ്റെ സാന്ദ്രത. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ പ്രസ്താവന 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. മൂന്നാമത്തെ പ്രസ്താവന 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. ഈ 3 പ്രസ്താവനകളും ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. എക്സ് എന്ന മൂലകത്തിൻ്റെ ആറ്റത്തിൽ 3 ഷെല്ലുകൾ ഉണ്ട്. ഈ മൂലകത്തിൻ്റെ ബാഹ്യ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഈ മൂലകം ഏത് പീരിയഡിലും ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എക്സ് എന്ന മൂലകത്തിന് 3 ഷെല്ലുകൾ ഉണ്ടെന്നാണ്. അപ്പോൾ 3 ഷെല്ലുകൾ ഉണ്ടതിൻ്റെ അർത്ഥം 3 പീരീഡ് മൂന്നാമത്തെ പീരീഡാണെന്ന് മനസ്സിലാക്കാം. അതേപോലെ ബാഹ്യ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ. ബാഹ്യ ഷെല്ലിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നത് ഗ്രൂപ്പാണ് ബാഹ്യ ഷെല്ലിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബാഹ്യ ഷെല്ലിൽ ഒറ്റ ഇലക്ട്രോണാണ് ഉള്ളത്. അപ്പോൾ ഗ്രൂപ്പ് 1 പീരീഡ് 3. വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും. വാതകങ്ങളിൽ തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതൽ ആയിരിക്കും. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവമുള്ളതായതിനാൽ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല. അപ്പോൾ 2ഉം 3ഉം പ്രസ്താവനകളാണ് വാതകങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 2023 രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണെന്ന് കണ്ടെത്തുക. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സങ്കലനവും. പ്ലേഗിൻ്റെ കാര്യത്തിൽ ഏത് പ്രസ്താവനകൾ ആണ് ശരി? ഒന്നാമത്തെ പ്രസ്താവന യെർസീനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് ഇത് ഉണ്ടാക്കുന്നത്. സെക്കൻഡ്, കൊതുക് കടിയിലൂടെയാണ് ഇത് പകരുന്നത്. പ്ലേഗ് പകരുന്നത് ചെള്ളിലൂടെയാണ് പ്ലേഗ് പടരുന്നത്. അതിൻ്റെ വാഹകർ ചെള്ളുകളാണ്. രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്നു. ഈ പ്രസ്താവനകളിൽ 1, 3 and 4 ആണ് പ്ലേഗിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. കേരളത്തിലെ ആർദ്രം മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒന്നാമത്തെ പ്രസ്താവന നിലവിലുള്ള PHCകളെ FHCകളാക്കി ഉയർത്താനാണ് ഇത് ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ എല്ലാ ആളുകൾക്കും COVID-19 വാക്സിൻ നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. NCD ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മാനേജ്മെൻറ്റിനെക്കുറിച്ചും ഫീൽഡ് സ്റ്റാഫിനെ പരിശീലനം നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഫിറ്റ്നസ്സിനും യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിൽ 1, 3, 4 എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. ആൻജിയോജെനിസിസിനുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന അസ്ഥിമജ്ജയിലെ ക്യാൻസർ കോശങ്ങളുടെ വികാസത്തിൻ്റെ അവസ്ഥയാണിത്. സെക്കൻഡ്, പുതിയ രക്തക്കുഴലുകളുടെ വികസനം. പുതിയ രക്തക്കുഴലുകളുടെ വികസനത്തെയാണ് ആൻജിയോജെനിസിസ് എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് വൈറ്റമിൻ എയുടെ കാര്യത്തിൽ ശരി? വൈറ്റമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും സിറോഫ്താൽമിയയ്ക്കും കാരണമാകുന്നു. പാൻക്രിയാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? പാൻക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്രന്ഥിയും എൻഡോക്രൈൻ ഗ്രന്ഥിയുമാണ്. പാൻക്രിയാസ് ഇൻസുലിനും ഗ്ലൂക്കഗോണും സൃഷ്ടിക്കുന്നു. ഇത് ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. ഈ പറഞ്ഞവയെല്ലാം ശരിയാണ്. മനുഷ്യനിലെ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണം തിരഞ്ഞെടുക്കുക. 1, മോശം ഭക്ഷണശീലങ്ങൾ. 2, ശാരീരിക നിഷ്ക്രിയത. അസ്വസ്ഥമായ ജൈവഘടികാരം. തെറ്റായ ശരീരഭാവം. ഈ പറഞ്ഞവയെല്ലാം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാണ്.
പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ഡാഷ് മൂലമാണ് ഉണ്ടാകുന്നത്. നെഗ്ലേറിയ ഫൗലേറി. COVID-19 കാലത്ത് ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? COVID-19 ലക്ഷണങ്ങൾ ഉള്ളവർക്കോ വൈറസിന് പോസിറ്റീവ് ആയവരോ ഇത് ഉപയോഗിക്കുന്നു. ഒറ്റപ്പെടൽ എന്നാൽ മറ്റ് ആളുകളിൽ നിന്ന് വേർപെടുത്തുക. പ്രധാനമായും ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ പരിചരണം ലഭിക്കും. ഇത് രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്ന പ്രതിഭാസത്തിൻ്റെ പേര് നൽകുക. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിൻ്റെ ഘടക നിറങ്ങളിലേക്ക് വേർതിരിക്കുന്നത് വിശദീകരിക്കുന്ന പ്രതിഭാസം ഡാഷാണ്. വിസരണം. താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ തരംഗദൈർഘ്യമുള്ള വൈദ്യുതകാന്തിക വികിരണങ്ങൾ? ഇൻഫ്രാറെഡ്. ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? PSLV C-57. ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് PSLV C-57. കെമിക്കൽ ബോണ്ടിംഗ് സംബന്ധിച്ച് ഏത് പ്രസ്താവനകളാണ് ശരി? ഇലക്ട്രോ പോസിറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ അയോണിക് ബോണ്ട് രൂപപ്പെടുന്നു. ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ കോവാലന്റ് ബോണ്ട് രൂപം കൊള്ളുന്നു. ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ ലോഹ ബോണ്ടിംഗ് രൂപപ്പെടുന്നു. ഈ പ്രസ്താവനകളാണ് ഇതിൽ കെമിക്കൽ ബോണ്ടിങ്ങുമായി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവരും പഠിക്കുക, എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.